വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. നീ ഇറങ്ങിയായിരുന്നോ? നീ ഇറങ്ങിയില്ലെന്ന് കരുതിയാ ഞാനിങ്ങ് പോന്നത്. നീ ആ കീ ഇങ്ങോട്ട് തന്നെ. അതെന്തിനാ? അതെ, എന്റെ ഫോൺ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടിരിക്കുക, അത് ഊരിയെടുക്കാനാ. അത് എന്നോട് പറഞ്ഞാ പോരായിരുന്നു, ഞാൻ എടുക്കില്ലായിരുന്നോ? അത് കുഴപ്പമില്ല, ഞാനിപ്പോ എടുത്തിട്ട്. ഒന്ന് വേഗം ആവട്ടെ ഏട്ടാ, കുർബാന തുടങ്ങും അവിടെ ചെല്ലുമ്പോ. പരിചയമുള്ള ഓട്ടോയിലോ ആണോ ഏട്ടാ മോളെ കയറ്റി വിട്ടത്? പിന്നല്ലാതെ, കവലയിൽ എന്നെ പരിചയമില്ലാത്ത ഓട്ടോക്കാരുണ്ടോ? ആ സുഗുണന്റെ അനിയൻ തമ്പിയുടെ ഓട്ടോയിലാണ് കയറ്റി വിട്ടത്. അല്ലേ തന്നെ ദിവസവും തനിയെ ഓഫീസിൽ പോകുന്നവളല്ലേ നമ്മുടെ മോള്. പിന്നെ ഈ വീട്ടിൽ നിന്ന് കവല വരെ പോയി ഒരു ഓട്ടോ കയറി പോകുന്നതിനാണ് ഇത്ര പേടിക്കുന്നത്? അതല്ല, ഈ വെളുപ്പിനെ 5-5:30 മണി എന്നൊക്കെ പറയുമ്പോ നല്ല ഇരുട്ടല്ലേ ഏട്ടാ. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാ പേടിച്ച് വെറുക്കുന്ന ആളാ മോള്. പിന്നെ അതിനല്ലേ ഞാൻ കൂടെ പോയത്. അവള് കൃത്യമായിട്ട് ഓഫീസിന്റെ മുമ്പിലെത്തി അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബസ്സിൽ കയറി ടൂറിന് പോയിട്ട് രാത്രി കൃത്യമായിട്ട് തിരിച്ചെത്തും. ഓ, ഒരു ടൂറ്! ഞാൻ പറഞ്ഞതാ പോകണ്ടാന്ന്. ഈ കല്യാണം എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന നേരത്തെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു ടൂറിന് പോകുന്ന നേരത്ത് പോകേണ്ട കാര്യമുണ്ടോ? എടി, ഇത് നീയും ഞാനും വളർന്നു വന്ന കാലമൊന്നും അല്ലത്. പിന്നെ ഓരോന്ന് കേൾക്കുമ്പോഴാ. അല്ല, ആ തങ്കച്ചന്റെ മകളുടെ കാര്യം കേട്ടത് സത്യമാണോ? പിന്നല്ലാതെ. അല്ലേലും മിണ്ടാപ്പൂച്ച കലവടയ്ക്കെന്ന് പറയുന്നത് വെറുതെ അല്ല. ഹോ, എന്തായിരുന്നു നമ്മുടെ പോൾസൺ മോന് വേണ്ടി ആ കൊച്ചിനെ ആലോചിച്ചപ്പോ അയാളുടെ ഒരു ഡിമാൻഡ്. ഇപ്പൊ ആരാന്റെ കൂടെ ഒളിച്ചോടി ഇപ്പൊ സമാധാനമായി. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 13-ാം വാക്യം. പോകാൻ പറയടി. അയാളുടെ മകളല്ലെങ്കിലേ അതിനേലും ബെസ്റ്റ് പെങ്കൊച്ചിന് നിന്റെ ആങ്ങളുടെ മോന് കിട്ടും. ഹോ, നമ്മുടെ പോൾസനുമായിട്ട് കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ അസത്ത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിലേ നാണം കിട്ടുപോയേനെ. അയ്യോ, വേഗം വാ, ഇപ്പൊ കുർബാന തുടങ്ങിയിട്ടുണ്ടാവോ? മോനെ സേവിയറെ, മോൻ ഇതുവരെ പോയില്ലേ? ആൻ്റെ കാലത്തെ പോയിരുന്നല്ലോ. ഞാനിന്ന് കുറച്ച് വൈകിയേ വരുള്ളൂ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോൻ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ? ഓ, എന്തു പറയാനാ മോനെ, വിധി അല്ലാതെ എന്ത് പറയാൻ. ആൻ്റോയിലും 10-13 വയസ്സിന് ഇളയതാ മോള്. എല്ലാവരും കൂടി താഴ്ത്തും തലയിലും വെക്കാതെ വളർത്തിയതാ. ഒടുവിൽ ഇതായ അവസ്ഥ സഹിക്കാതെ പറ്റില്ലല്ലോ. ഞാൻ എന്ത് പറയാ ചേട്ടാ, എല്ലാം വിശദമായി ആന്റണിയോട് പറഞ്ഞു. ഞാൻ ചെല്ലട്ടെ മോനെ. ശരി ചേട്ടാ. ഹലോ ആൻഡോ. സേവറേ, ആ ഇലക്ട്രീഷ്യൻ ജോബും വേറൊരാളും കൂടി നിന്നെ കാണാൻ വേണ്ടി ഇവിടെ വർക്ക് സൈറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു താമസിച്ചേ വരുള്ളൂ. അവരാ എസ്റ്റിമേറ്റ് കൊണ്ടുവന്നാ ഞാനൊരു 1 മണിക്കൂറിനുള്ളിൽ എത്തും. എന്നിട്ട് അവർ പോയിട്ട് പറ്റേ. ശരി. പിന്നെ ആൻഡോ, വഴിക്ക് വെച്ച് ഞാൻ നിന്റെ അപ്പനെ കണ്ടായിരുന്നു. നിന്നോട് സംസാരിച്ച കൂട്ടത്തിൽ പെങ്ങളുടെ കാര്യവും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ?
ആ പറഞ്ഞടാ, നല്ല വിഷമമുണ്ട് എൻ്റെ അപ്പന്. നീ ഇങ്ങനെ വന്നാൽ മതി, ഇവരോട് ഞാൻ പറഞ്ഞോളാം. ആ ശരിടാ. ദേ നോക്കിയേട്ടാ, അത് അയാളല്ലേ വരുന്നത്, തങ്കച്ചൻ. എവിടെ? ദേ നോക്ക്, ഏയ്. അത് അയാൾ തന്നെയാ. ആ, ഈ വരുന്നത് അയാള് തന്നെ. ഇയാളോട് രണ്ട് വർത്താനം പറയണം. നീ ധൈര്യത്തിന് പറഞ്ഞോ, 2 4 എത്രയാന്ന് വെച്ചാ പറഞ്ഞു. ചേട്ടനൊന്ന് തുടക്കം വിട്ട് തന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അത് ഞാൻ ഏറ്റു. നീ വാ. അല്ല, ഇതാര്? തങ്കച്ചൻ ചേട്ടനോ? സുഖമാണോ തങ്കച്ചൻ ചേട്ടാ? ഹ, എന്ത് ചോദ്യമാ ചേട്ടായി ചോദിക്കുന്നത്? ഇങ്ങനെയുള്ള സമയത്താണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എന്റെ ചേട്ടാ, അപ്പൊ ചേട്ടനൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. കൊള്ളാം, ഇപ്പൊ നാട്ടിൽ മുഴുവൻ ഇതല്ലേ പാട്ട്. ദേ, മനുഷ്യനെ വെറുതെ കളിപ്പിക്കാതെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കാര്യം പറയും. സ്വന്തം മോള് ഒരു അന്യപുരുഷന്റെ കൂടെ ഒളിച്ചോടി പോയ കാര്യം അങ്ങനെ ചാടിക്കേറി പറയാൻ പറ്റുമോ ഏട്ടാ? തുളച്ചു കയറുന്ന വാളുപോലെ വീണ്ടും വിചാരമില്ലാതെ വാക്കുകൾ പ്രയോഗിക്കുന്നവരുമുണ്ട്. സുഭാഷിതങ്ങൾ 12-ാം അധ്യായം 18-ാം വാക്യം. ഏത്? നിന്റെ ആംഗ്ലയുടെ മകൻ പോൾസിന് വേണ്ടി ആലോചിച്ച പെണ്ണോ? അല്ലാതെ പിന്നെ ആരാ? ഈ തങ്കച്ചൻ ചേട്ടന്റെ ഒരേ ഒരു മകള്. എന്റെ ദൈവമേ, ഞങ്ങളുടെ കൊച്ചിന്റെ ഒരു ഭാഗ്യവേ. അല്ലാതെ ഒന്നും പറയാനില്ല. ദേ ജോണേ, റീത്തെ, എൻ്റെ മകള് ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടി എന്നത് നേരാ. അതിന് നിങ്ങൾ ഈ സമയത്ത് എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. പറയരുതെന്നോ? ഇങ്ങനെയൊക്കെ പറയാൻ ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ. അത്രയ്ക്ക് ഞങ്ങളെ താനെന്ന് അപമാനിച്ചു വിട്ടതാ. നിങ്ങൾ വന്നെൻ്റെ മകളെ ചോദിച്ചു. എനിക്കും മക്കൾക്കും എൻ്റെ വീട്ടുകാർക്കും ആ ആലോചന ഇഷ്ടപ്പെട്ടില്ല. ഞാനത് തുറന്ന് പറയുകയും ചെയ്തു. അതിലെന്താ തെറ്റ്? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ മാതിരി എനിക്കും എൻ്റെ അഭിപ്രായം പറയാൻ പാടില്ലേ? അയ്യോ, ഒരഭിപ്രായം പറച്ചിലുകാരൻ വന്നിരിക്കുന്നു. എടോ, താൻ ഞങ്ങളുടെ പയ്യൻ മദ്യപാനിയാണെന്ന് പറഞ്ഞില്ലേ? മയക്കുമരുന്നിന് അടിമയാണെന്ന് പറഞ്ഞില്ലേടോ? ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല. ആ പയ്യനെ പറ്റി അന്വേഷിച്ചപ്പോൾ അവൻ്റെ നാട്ടിലുള്ളവർ പറഞ്ഞതാ. 8ഉം പൊട്ടും തിരിയാത്ത എന്റെ അളിയന്റെ മകനെ പറ്റി ഇല്ലാത്തത് പറഞ്ഞ തനിക്കിപ്പോ എന്തു പറ്റി? അവള് വല്ലവന്റെ കൂടെ അങ്ങ് ഒളിച്ചാടിപ്പോയി. ആ, പിന്നെ ഒരു കാര്യത്തിനും സമാധാനിക്കാം. കല്യാണത്തിന് തനിക്ക് 10 പൈസ ചെലവാക്കേണ്ടി വന്നിട്ടില്ലല്ലോ, അത് ലാഭം. താ നോക്കിക്കോ, എന്റെ കുഞ്ഞിനെ അപമാനിച്ച തന്റെ മകളുണ്ടല്ലോ, പോയതുപോലെ തിരിച്ചിവിടെ വരും. ആ പയ്യൻ അവന്റെ പാട്ടിന് പോവും. പിന്നെ തന്റെ മകളെ മൂത്ത് നരച്ച് കെട്ടാച്ചർക്കായി വീട്ടിലിരുന്ന് പണ്ടാരടങ്ങിപ്പോവും. അത് ഞങ്ങള് കാണും. തനിക്കു ശേഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. വരാനിരിക്കുന്നത് ആരും അറിയുന്നില്ല. എങ്കിലും ഭോഷൻ അതിഭാഷണം ചെയ്യുന്നു. സഭാപ്രസംഗകൻ 10-ാം അധ്യായം 14-ാം വാക്യം. നീ വാറിയത്തെ ഇന്നത്തേക്ക് യഗ്ത് മതി. ഒരുവിധം വയറ് നിറഞ്ഞിട്ടുണ്ട്. ഇയാളെ ഈ അവസ്ഥയിൽ കാണിച്ചെന്ന ദൈവമേ. വാ പോവാ. ആ, അറിഞ്ഞില്ലേ ഇങ്ങരുടെ മോൾ ഒളിച്ചോടി പോയെന്ന്? എന്തോ ചേട്ടാ? ആ ജോണിൻ്റെ അളിയൻ്റെ മകന് വേണ്ടി എൻ്റെ മകൾ ആലോചിച്ചിരുന്നു. ആ പയ്യനെ പറ്റി നല്ല അഭിപ്രായമല്ല ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ അന്നത് വേണ്ടാന്ന് വെച്ചു.
ഇപ്പൊ മോളുടെ വിവരം അറിഞ്ഞപ്പോ അവര് ദേഷ്യം തീർത്തതാ. ഓ, എന്നാലും അത് വളരെ മോശമായി പോയല്ലോ. അല്ല, ചേട്ടനും കൂടാ? ഞാൻ ആ വണ്ടിന്റെ അടുത്ത് വരെ പോവാ, ഒരാളെ കാണാനുണ്ടേ. എനിക്ക് ഞാൻ ആക്കി തരാം. ഈ റോഡ് വഴി കയറിയാ പോരെ? ആ ഏയ്, അയാളോട് 2 വാക്ക് പറഞ്ഞില്ലേക്കണ്ടല്ല, അത് ശരിയാവൂല. ആ ഏയ്, നീ അവിടെ നിന്നേ. ഏ? എടാ, നീ അവിടെ ചെന്ന് അയാളെ 2 പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം? പിന്നെ വഴിയിൽ പിടിച്ചിരുത്തി അപ്പനമ്മ അവരോട് ഞാൻ ക്ഷമിക്കണ. അതെ, ആ നീ കേട്ടിട്ടില്ലേ, മാനം വേണേ മൗനം വേണോന്ന്? നീ അവിടെ ചെന്ന് അയാളെ വെല്ലുവിളിച്ചതുകൊണ്ടോ 2 വർത്തമാനം പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യമില്ല. അത് പിന്നെ നിങ്ങൾക്ക് തന്നെ മോശം. ഇപ്പൊ ഈ വിവരം അറിയാത്ത കുറച്ച് പേരെ കൂടി ഈ വിവരം അറിയിക്കാൻ പറ്റും. അല്ലാണ്ട് എന്തുണ്ടാവാൻ പോണത്? ഛേ, എടാ, ഈ പോൾസർ എന്ന് പറഞ്ഞ എന്റെ പെങ്ങൾക്ക് ആലോചിച്ചു ആ പയ്യനുണ്ടല്ല, അവൻ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് വെറും തല്ലിപ്പൊളിയാടാ. ശരിയായിരിക്കാം, പക്ഷെ പന്തിപ്പോ അവരുടെ കോർട്ടിലാ. അതുകൊണ്ടേ മിണ്ടാതിരിക്കാൻ നല്ലത്. നീങ്ങുവാ. സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. സദുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ്. പ്രഭാഷകൻ 40-ാം അധ്യായം 25-ാം വാക്യം. നടക്കങ്ങട്. നീ മോളെ വിളിക്കാണോ? ആ അതെ, പക്ഷെ എടുക്കുന്നില്ലെന്നേ. ഓ, മോൾ ഇങ്ങോട്ട് വിളിച്ചോളും, അവരങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കായിരിക്കില്ലേ? ഓ, ഫോൺ സ്വിച്ച് ഓഫ്. ദേ, നീ ആ ഫോൺ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചേ. എന്നാലും ആ തങ്കച്ചനോട് 2 എണ്ണം പറഞ്ഞപ്പോ ഓ, എന്തൊരാശ്വാസമാ. വലിയ വീറും വാശിയൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ ആലോചന വേണ്ടെന്ന് പറയുമ്പോ. ആ ആളാണ് നമ്മുടെ വർത്തമാനം കേട്ട് ആ റോട്ടില് വിളറി വെളുത്ത് നിന്നത്. എന്തൊക്കെ പറഞ്ഞാലും ശരി റീത്തെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ? ഈ പോൾസൺ എന്ന് പറയുന്നതിനെ പറ്റിയേ തങ്കച്ചനോട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് നേരാണ് കേട്ടോ. അത് പിന്നെ എനിക്കറിയില്ലേ, കൂരിത്തം കെട്ടവൻ. എങ്ങനെ എന്റെ ആങ്ങളക്ക് ഇതുപോലെ ഒരെണ്ണം ഉണ്ടായെന്നാ കുടുംബത്തെ നാറ്റിക്കാൻ. ഓ, അടുത്തു വന്നാ എന്തൊരു നാറ്റമാ. ദേ, ഒരു കാര്യം ഞാൻ ചേട്ടനോട് പറഞ്ഞേക്കാം. എന്താ? നമ്മുടെ സോഫിമോടെ കല്യാണമാ വരുന്നത്. ഈ പറയുന്ന പോൾസനൊക്കെ മദ്യപാനവും മയക്കുമരുന്നും ഒക്കെ ആയിട്ടേ വല്ല കുഴപ്പം വല്ല ഉണ്ടാക്കിയാല് അവനെ അവിടുന്ന് ചവിട്ടി പുഴയിലിടും. ഏ, അല്ല, വല്ല കുഴപ്പമുണ്ടാക്കിയാലത്തെ കാര്യം ഞാൻ പറഞ്ഞത്. നാശം പിടിക്കാനായിട്ട്. കല്യാണം കഴിഞ്ഞാലെങ്കിലും നന്നാവുമെങ്കിൽ നന്നാകട്ടെ എന്ന് കരുതിയാ ആ തങ്കച്ചന്റെ മോളുടെ ആലോചനയുമായിട്ട് ഞാൻ ചെന്നത്. വാസ്തവം. അല്ലാതെ ആ ദുഷ്ടന്റെ കയ്യിലോട്ട് ആര് പെണ്ണു കൊടുക്കാനാ? പിന്നല്ലാതെ അലവലാതി. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല.
ലൂക്ക 6-ാം അധ്യായം 37-ാം വാക്യം. ആ ഹലോ സേവറേ. ആ എടാ ആൻഡോ, ആ. നീ ഒരു കാര്യം അറിഞ്ഞോ? ആ എന്താണ്? എടാ ആ ജോണേട്ടൻ്റെ മോളെ ആ കൊച്ചു വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഒരുത്തനുമായിട്ട് ഒളിച്ചോടിയെന്ന്. നേരാണ്? 100% സത്യം. ഇപ്പതേ രണ്ടും കൂടി പള്ളിയിലോട്ട് പോയിട്ടുണ്ട്. ഞാനിവിടെ ജോൺസൺ ചേട്ടൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാ ആ ജോസഫേട്ടൻ്റെ ഭാര്യ പറഞ്ഞ കേൾക്കണത്. അന്വേഷിച്ചപ്പോൾ സംഗതി സത്യ. എങ്കിൽ നീ അവിടെ തന്നെ ഇല്ലേ? ഞാൻ അതേ വന്നു കഴിഞ്ഞു. ആ എടാ മോനെ, എടാ ആൻഡോ, എവിടെ പോണ്ടാ നീ? അപ്പ അറിഞ്ഞ എന്ത്? ആ ജോണേട്ടന്റെ മോള് പുറത്തിനെ കൂടി വിളിച്ചോടി പോയെന്ന്. ആ പള്ളിയുടെ അങ്ങോട്ട് പോയിട്ട് രണ്ടെണ്ണം കൂടി ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ. എടാ 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 മോനെ ആൻഡോ, എടാ ആൻഡോ അവിടെ നിക്കടാ. ഇന്ന് നീ 2 പറയണേല് ഒരു തെറ്റുമില്ല. ഇന്ന് നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ 2 ഞാൻ പറയും. ആ ഇതാ വരുന്നുണ്ടാ. എടാ എന്റെ അപ്പനെ ഈ റോട്ടിൽ എവിടെ വെച്ചിട്ടാണ് അയാൾ തെറി പറഞ്ഞത്? ഇതല്ല അവിടെ വെച്ച്. നീ ഇങ്ങനെ വാങ്ങണം അറിയിക്കാം. ആ 2 പുണ്യാത്മാക്കൂടെ അവിടെ നിന്ന് നിന്നേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒളിച്ചോടുന്ന ത്രില്ല് മനസ്സിലായോ നിങ്ങക്ക്? തന്റെ മോള് ഏതോ ഒരുത്തിനെ കൂടി ഒളിച്ചോടിയെന്ന് കേട്ടല്ലോ. എടോ ഞങ്ങൾക്കൊന്നും മനസ്സിലായിരുന്നോ? ആ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് തലക്ക് വെളിവില്ലാതെ നടക്കുന്നവനെ കൊണ്ട് എന്റെ പെങ്ങളെ കെട്ടിക്കാനായിട്ട് എന്താടോ തന്റെയും തന്റെ ഭാര്യയുടെ വായിലും പഴതള്ളി വെച്ചേക്കണ? ദാ ഇവിടെ വെച്ചേ ഇവന്റെ മുന്നിൽ വെച്ച് എന്റെ അപ്പനെ 2 പേരും കൂടിയിട്ട് എന്റെ പെങ്ങളുടെ ഒളിച്ചോട്ട കഥയും പറഞ്ഞ് തിളച്ച എണ്ണയിലിട്ട് പൊരിക്കുന്നത് പോലെ പൊരിച്ചില്ലേ നിങ്ങൾ? ഞാനിവിടെ നിന്ന് കേട്ടതല്ലേ. ഇന്ന് ഇവിടെ 2നെയും അതുപോലെ പൊരിക്കാനാണ് ഞാനിവിടെ കാത്തിരുന്നത്. നാട്ടുകാരുടെ കുറ്റവും കുറവൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോഴേ അവൻ ഇതേപോലൊരു കെടിച്ചെന്ന് ചാടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലല്ലേ? ആൻഡോ എന്താടാ, എന്താ ഇവിടെ പ്രശ്നം? അപ്പനെ ഇവിടെ വെച്ചല്ലേ 2 പേരും കൂടി ക്രോസ് വിസ്താരം ചെയ്തത്? അപ്പന് വായി തോന്നുന്നത് ഇപ്പൊ വിളിച്ചു പറഞ്ഞോ? വേണമെങ്കിൽ 2 പൊട്ടിച്ചോ, ഞങ്ങളുണ്ട് കൂടെ. അറിഞ്ഞില്ലേ ഇവരുടെ മകള് വേറെ ആരുടെ ഒളിച്ചോടി പോയെന്ന്? മിണ്ടരുത് നീ. അപ്പ എടാ പകരത്തിന് പകരം ചെയ്ത ഞാനും നീയൊക്കെ ഇവരുമായിട്ട് എന്താടാ വ്യത്യാസം? എൻ്റെ മോള് പോയപ്പോ ഞാനും നീയും നമ്മുടെ കുടുംബമൊക്കെ ഒത്തിരി വിഷമിച്ചില്ലേ? അതുപോലെ വിഷമിച്ച് നിൽക്കുന്ന ഇവരോട് പ്രതികാരം ചെയ്യല്ല വേണ്ടത്. പറ്റുമെങ്കിൽ ഇവരെ ആശ്വസിപ്പിക്കുക വേണ്ടത്. പിന്നെ മോനെ സേവിയറേ, എന്നെ ഇവരിവിടെ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നീ കണ്ടു നിന്നതല്ലേ? എൻ്റെ വിഷമത്തിൽ അനുകമ്പ തോന്നിയിട്ടാണല്ലോ എൻ്റെ മോൻ്റെ കൂടെ നീ ഇവിടെ വന്നത്. അനുകമ്പയും കൂട്ടുമെല്ലാം മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്നതാകരുത്. നിങ്ങൾ ചെല്ലാൻ നോക്കും നില്ലേ, നീ അവരോട് മാപ്പ് പറഞ്ഞിട്ട് പോയാ മതി. പറയടാ. ചേട്ടാ എന്നോട് ക്ഷമിക്കണം ചേച്ചി. സോറി ചേച്ചി. ചെല്ല്, നിങ്ങൾ പോ. ജോണേ, റീറ്റ്, നിങ്ങളുടെ വിഷമം മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാവും.
എൻ്റെ മോൻ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി ഞാൻ മാപ്പ് പറയുന്നു. തെറ്റു ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്, നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.